എന്താണ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും അതിനെപ്പറ്റി ശരിയായ ഒരു ധാരണയില്ല എന്നതാണ് സത്യം. പലരും മനസ്സിലാക്കിയിരിക്കുന്നത് മാനസിക രോഗം ഉള്ളതുകൊണ്ടാണ് ആളുകൾ കൗൺസിലിങ്ങിന് പോകുന്നത് എന്നാണ്. മറ്റൊരു ധാരണ കൗൺസിലർ ഏകപക്ഷീയമായി ഉപദേശം നൽകുന്ന ആളാണ് എന്നാണ്. ഒരു തവണ കൗൺസിലിങ്ങിന് പോയാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും എന്ന് ധരിക്കുന്നവരാണ് അധികവും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ രഹസ്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിയില്ലേ എന്നതാണ്. എന്നാൽ കൗൺസിലിംഗ് എന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ പ്രയാസങ്ങൾ അതിനെ മനഃശാസ്ത്രപരമായി സമീപിക്കാൻ അറിയുന്ന, നിങ്ങൾ പറയുന്ന രഹസ്യങ്ങളൊക്കെയും രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുന്ന ഒരാളോട് തുറന്ന് സംസാരിക്കുക എന്നതാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിനോട് തുറന്ന് സംസാരിച്ചാലും നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്രയും അടുത്ത ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയാസത്തിൻ്റെ ശരിയായ കാര്യകാരണങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് പ്രയാസമായിരിക്കും. എന്നാൽ ഒരു കൗൺസിലർ മനഃശാസ്ത്രത്തിൽ പ്രത്യേക പ്രാവീണ്യവും പരിശീലനവും സിദ്ധിച്ച ആളായിരിക്കും. അവരുടെ അപ്രോച്ച് വളരെ പ്രൊഫഷണൽ ആയിരിക്കും. തൻ്റെ ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയും അവരുമായി നടത്തുന്ന സംഭാഷണങ്ങളും അവർക്ക് കൊടുക്കുന്ന തെറാപ്പി നിർദ്ദേശങ്ങളും എല്ലാം തന്നെ വളരെ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടത് ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ കാര്യമാണ്. അത് കൗൺസിലിംഗ് എന്ന പ്രൊഫഷൻ്റെ എത്തിക്സിൻ്റെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശ്വസ്തയോടുകൂടി തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും കൗൺസിലറോട് തുറന്നു പറയാം. അങ്ങനെ തുറന്ന് സംസാരിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രയാസങ്ങളുടെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്യാനും നിങ്ങളുടെ പ്രത്യേകതകൾക്കും കഴിവുകൾക്കും അനുസരിച്ച് മുന്നോട്ടുള്ള വഴികൾ കണ്ടെത്താനും സാധിക്കുന്നതാണ്. ഇവിടെ ഓർക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൗൺസിലിംഗ് എന്നത് ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ് എന്നതാണ്. ഇത് കേവലം കൗൺസിലർ ഉപദേശം നൽകുന്ന ഒരു പരിപാടിയല്ല, മറിച്ച് കൗൺസിലറും ക്ലയൻറ്റും ഒന്നു ചേർന്ന് നടത്തുന്ന ഒരു യാത്രയാണ്. നിങ്ങൾ എത്രത്തോളം മനസ്സ് തുറക്കുന്നുവോ അത്രത്തോളം ഫലപ്രദമായിരിക്കും കൗൺസിലിംഗ്. ഇതോടൊപ്പം പ്രത്യേകം പറയാനുള്ളത്, ആളുകൾ കൗൺസിലിങ്ങിന് പോകുന്നത് മാനസിക രോഗമുള്ളത് കൊണ്ടാണ് എന്ന ചിന്താഗതി വളരെ പഴഞ്ചനാണ്. അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. അതുപോലെ തന്നെ ഒരു തവണ കൗൺസിലറെ കണ്ടാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും എന്ന ധാരണയും ശരിയല്ല. ചില കേസുകൾക്ക് അത് മതിയാകുമെങ്കിലും പൊതുവെ നിങ്ങളുടെ പ്രയാസത്തിൻ്റെ സങ്കീർണതകളും നിങ്ങളുടെ കോപ്പിംഗ് സ്കിൽസും റെസീലിയൻസും സപ്പോർട്ട് സിസ്റ്റവും ഒക്കെ ഏത് തരത്തിലുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും എത്ര കൗൺസിലിംഗ് സെഷൻ നിങ്ങൾക്ക് ആവശ്യമായി വരും എന്നുള്ളത്. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ പ്രതീക്ഷിക്കാം. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.